ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഓരോ എപ്പിസോഡും നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും ഒക്കെ ഒരുപാട് എക്സൈറ്റഡ് ആണ്. ഇന്ന് എന്തൊക്കെ നല്ല പെർഫോമൻസുകളായിരിക്കും അവർ കാഴ്ചവെക്കുക. അതിന്റെ കൂടെ തന്നെ ഇവരുടെ ഓരോ കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് അല്ലേ. അങ്ങനെ പ്രേക്ഷകരെ ഇന്നും നല്ല പാട്ടുകളിലൂടെയും ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളിലൂടെയും സന്തോഷിപ്പിക്കാനായിട്ട് ടോപ്പ് സിംഗറിന്റെ ഒരു പുതിയ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. തുടങ്ങുന്നതിന് മുന്നേ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേരെ നമ്മൾ വെൽക്കം ചെയ്യണം. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് സാരി ഉടുത്ത ആര്യ ചേച്ചി. ഒരു പെൺകുട്ടിയെ പോലെ ഉണ്ടല്ലേ ആര്യ ചേച്ചി കാണാൻ. പോലെയുണ്ട്, അങ്ങനെ പറയില്ല. സാരി ഇട്ടാലും അങ്ങനെ മീനോട്ടി വരാം, പെൺകുട്ടിയെ പോലെ ഉണ്ട്. സാരിയും ചുരിദാറും സ്വഭാവം ഡിഫറെന്റ് ആണെങ്കിലും പക്ഷെ കാണുമോ നമുക്കൊരു പെൺകുട്ടിയെ പോലെ തോന്നും. പക്ഷെ നല്ല രസമുണ്ട്. എന്റെ മകളെ എന്തോ മുത്തേ നിന്നെ കണ്ടിട്ടുള്ളിനുള്ളിൽ പൂവിട്ടല്ലോ സ്നേഹമല്ലിപ്പൂ. ആണോ? ഇഷ്ടായി എനിക്ക്. താങ്ക് യു. MJ അങ്കിളിന് സുഖാണോ? സുഖാണ്. എന്തെങ്കിലും സ്പെഷ്യൽ വിശേഷം? ഇത് തന്നെ സ്പെഷ്യൽ വിശേഷം. ആര്യ ചേച്ചി സാരി എടുത്തത് ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒഫീഷ്യൽ വിശേഷമാണത്. ആര്യ ചേച്ചി സാരി എടുത്തു, വാരി ഉടുത്തു. അതെ, സാരി വാരി കൊടുത്തു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതൂട്ടോ ഇത്. അതെ. മധുവങ്കൾ, സ്പെഷ്യൽ വിശേഷം? നോ വിശേഷം. നമ്മുടെ പ്രീ ക്വാർട്ടർ ആണ് മെയിൻ വിശേഷം. ഇന്നത്തെ പ്രീ ക്വാർട്ടർ മത്സരത്തില് നമ്മുടെ ചങ്സ് ചോയ്സ്, ഡിബറ്റ്, അടിപൊളി ഹിറ്റ്സ് ഇത് മൂന്നും കേൾക്കാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. നിങ്ങൾ മൂന്നാളും വെയിറ്റിംഗ് അല്ലേ? വെരി മച്ച്. നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഓക്കെ. നമ്മുടെ ടോപ്പ് സിംഗറിൽ പ്രേക്ഷകരെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ടോപ്പ് സിംഗറിലെ സീനിയേഴ്സ് അവതരിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആണ്. കണ്ടു നോക്കാം.
MJ അങ്കിൾ. വാസു. യെസ്, വിളിക്കാം നമുക്ക്. വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ വാസുകിക്കുട്ടി ഓൺ സ്റ്റേജ്. ചാടി ചാടിയാണല്ലോ വരുന്നേ. മധുങ്ങളെ എന്തോ ഓർമ്മണ്ടാ? ഓർമ്മയുണ്ട്, വാസുകിയല്ലേ? ഇവിടെ വാസുകിയല്ലേ അത്? എനിക്ക് ഓർമ്മയുണ്ട്. 2 കൊമ്പുണ്ടോ? മുടി കെട്ടിയ കാര്യം ഹെയർ ചോദിക്കണം. സ്റ്റൈലൊക്കെ കൊള്ളാം അല്ലേ? ആ. നല്ല ഹെയർ സ്റ്റൈല്. അതെ, ഞാൻ പറഞ്ഞിട്ട് എന്തായാലും മിടുക്കിയാണേ. വൈൻ റെഡ് ആണോ? ആ, ഓ, അതുപോലെ ഒരു അറിയാത്ത പോലെ. അതെ, ഒരു ഗ്രേപ്പ് കളറാ അത്. ഗ്രേപ്പ് കളർ അല്ലേ? ഗ്രേപ്പ് Yes. കളറാ. കുഴപ്പമില്ല. കുടിക്കാത്ത ആൾക്കാർക്ക് ഗ്രേപ്പ് കളർ. എനിക്ക് ഗ്രേപ്പ് കളറാ കേട്ടോ. എനിക്കും ഗ്രേപ്പ് കളർ. എനിക്കും. ഗ്രേപ്പിൽ നിന്നാണല്ലോ വൈൻ ഉണ്ടാക്കുന്നത്. ഓ, ഇത്ര സുന്ദരിയായിട്ട് ഇത് ഏത് പാട്ടാ പാടുന്നേ? താലോലം പൂമ്പയിലല്ലേ? ആണോ? താരാട്ട് പാട്ടാണോ? ആരാട്ടെ നല്ലൊരു ഉറക്കും. താരാട്ടൻ നമ്മളെ കുറക്കാൻ വേണ്ടി വാ വന്നിരിക്കാ. ഇറങ്ങി പോവോ? നമുക്ക് നോക്കാം ഉറങ്ങി പോവോന്ന് MJ സാറ്. അപ്പൊ നിങ്ങളൊന്നും ഉറങ്ങൂലേ? ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്, കൂർക്കം വലിക്കും. പാട്ടിനിടയ്ക്ക് അതൊരു പ്രശ്നമാവോ? അത് ഭയങ്കര ചെറിയ കൂർക്കം വലിയ സാധാരണ വലിയ കൂർക്കം ശബ്ദത്തില്. വലിയാണ്. ആര്യ ചേച്ചിക്ക് സ്വപ്നാടനുണ്ട്. അതെ, ഞാൻ ഉറങ്ങിക്കൊണ്ട് ഇങ്ങനെ നടക്കും. വാസു അങ്ങനെയുണ്ട്. അത് ഞാൻ ഉറക്കത്തിലാണെങ്കിൽ 2-3 ആൾക്കാരെ ഞാൻ ഇങ്ങനെ വലിച്ചെടുക്കും. ആ, നല്ല സാധാരണ കൂർക്ക ഇങ്ങനെയൊക്കെയല്ലേ? ആ, എന്റെ കുറുക്ക് ഇങ്ങനെയല്ല. കുറെ നേരത്തേക്ക് ഒരു ശബ്ദമില്ലായിരിക്കും. അത് കഴിഞ്ഞിട്ട് 3-4 പേരെ വലിച്ചു തരും. ഓ, അമ്പോ. അതില് 4 പേരകത്തായി പോവും. അതോ ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ? ഗോൾഡ് വിഷോ. അത് അങ്ങനത്തെ കുറുക്കം വലിയുണ്ട്. മീനോ? ആ, അങ്ങനത്തെ അങ്ങനെ കുറുക്കം. കൂർക്കം ആ, ഉണ്ട്, വലിക്കുന്നവരുണ്ട്. ഉണ്ട്, അങ്ങനത്തെ കുറുക്കം വലിയുണ്ട്. ഞാൻ ഇന്നുവരെ ഇങ്ങനെ അത് മാത്രല്ല, വേറൊരു രീതിയിലുണ്ട്. എങ്ങനെ? എന്താ ചെയ്യാ? ആ, അതുണ്ട്. ഇങ്ങനെ പറഞ്ഞ ശരി. അപ്പൊ കാണിച്ച പോലെ അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല ഇതുവരെ. എനിക്കൊരു വിശേഷമുണ്ട്. എന്താ? നല്ല വിശേഷം. അതെന്താ വിശേഷം? ബെസ്റ്റ്. പനിയും ചുമയും. ആണോ? അയ്യോ. കൺഗ്രാറ്റുലേഷൻ. നല്ല വിശേഷം കേട്ടോ. നല്ല 2 ഫ്രണ്ട്സ് അല്ലേ? ആ 2 ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി നിർത്തണ്ട, വേഗം പാടിക്കാം പാടാം. അല്ലേ? അതെ അതെ, അധികം പെട്ടെന്ന് നിർത്തണ്ട, ക്ഷീണമായിരിക്കും. അപ്പൊ പാടി തുടങ്ങാം അല്ലേ? യെസ്. പാടി തുടങ്ങാം. അപ്പൊ ഓൾ ദ All the ബെസ്റ്റ്. best. താങ്ക് യു. താലോലം പൂമൈതലേ താരാട്ടാൻ വാ തിന്നലേ ഈ താമര പൂക്കണ്ണുകളിൽ ഒരു മുത്തം നൽകാൻ വാ.
അയ്യോ ഇനി എന്ത് ചെയ്യും? എല്ലാരും ഉറങ്ങിപ്പോയി. അതെ എന്നാന്ന് എണീപ്പിക്ക്. ഹലോ പേര് വിളിക്ക എല്ലാരുടെ, അപ്പൊ എണീക്കും. ആര് ചേച്ചി? അതങ്ങളെ എന്തങ്ങളെ ഓ ഒരാൾ എണീറ്റ്. ആരാ? ഒരാൾ എണീറ്റ്. എണീക്കാന്ന്. അയ്യോ ഒരാൾക്ക് ഭയങ്കര ഉറക്ക. ഒരാൾ കണ്ണൊക്കെ വലിച്ചു തുറന്നു. അയ്യോ അത് ഭയങ്കര ഉറക്കം. അയ്യോ എന്തൊരു കുറുക്കം വലിയത്. ആ ഓ ആ, അയ്യോ പാട്ട് മുഴുവൻ കേട്ടില്ല, അതിനും ഉറങ്ങിപ്പോയി. അയ്യോ അതെ, നന്നായിട്ട് പാടിയോ കൊച്ചെ? അയ്യോ നിങ്ങൾ ഞാനും 3 പേരും കേട്ടില്ലല്ലോ. എം.ജെ. സാർ ഞാൻ കേട്ടോ? ചരണത്തിന്റെ അവസാനമായപ്പോ ഉറങ്ങി. ഓഫായി പോയി. അപ്പൊ ഈ പാട്ട് മൊത്തം കേട്ടത് ഞാനാ. എനിക്കാണ് പാട്ട് അറിയത്തില്ല. എന്ത് ചെയ്യും ഇനി നമ്മള്? മീനൂട്ട ഉറങ്ങില്ല? ഞാൻ ഉറങ്ങിയില്ലായിരുന്നു, ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിരുന്നു. അയ്യോ അപ്പൊ ഒന്നുകൂടി ടേക്ക് എടുക്കേണ്ടി വരും. കാരണം ഇവര് 3 പേരും ഉറങ്ങിപ്പോയില്ലേ, അതാ ഇതൊന്നും മാറ്റാത്തത്. കണ്ടോ? പക്ഷെ പാട്ട് മാറ്റേണ്ടി വരും. എന്നാ ഈ വരി പാട്ട് മാറ്റിയാ പാടുമ്പോ പോരെ? ഈ പാട്ട് ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ ഉറങ്ങി പോകാണ്ടിരിക്കോ? പിന്നെ ഇനിയും ഉറങ്ങിപ്പോയില്ലേ ഇത് തന്നെ പാടിയ? പാടിയാ ഉറങ്ങിപ്പോയില്ലല്ലോ. മിനുട്ടി മറ്റേ ചുണ്ടിൽ നിന്നൊക്കെ പാടിയില്ലേ, ആ, അവിടെ അലിയും ചുണ്ടിൽ നിന്നൊക്കെ പാടിയപ്പോ ഞാൻ അങ്ങ് അലിഞ്ഞു പോയി ഉറങ്ങിപ്പോയി. ആ പോയ പോക്കിലാണ് ഉറങ്ങിയത്. ആ. അതെ അല്ല അപ്പൊ ചരണത്തിന് മുമ്പ് ഉറങ്ങിയതല്ലേ പറഞ്ഞത്? അതല്ല, അല്ല, ചരണം ചരണം പാടിക്കൊണ്ടിരിക്കുമ്പോ ചരണം ഉറങ്ങി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അതിലിങ്ങനെ ഞങ്ങളെ ശ്രദ്ധിച്ചിങ്ങനെ ഇരുന്നപ്പോ നല്ല അതെ, ഭംഗിയായിട്ട് അതിലിങ്ങനെ ഓമനേന്ന് വിളിച്ചില്ലേ? അത് ഭയങ്കരമായിട്ട് ആദ്യത്തെ പല്ലവി തന്നെ ആലോലം എന്ന് പാടിയപ്പോ തന്നെ ആ താലോല ഉറക്കം വരാൻ തുടങ്ങി. ആലോലല്ല. പിന്നെ ആലോലം എവിടെ വരണുണ്ടല്ലോ ആലോലല്ലോ. ഇല്ലേ? തലോലായി. അത് ഞാൻ ഉറക്കത്തിൽ താലോലം ആലോലം എന്ന് കേട്ടതാ. കേട്ടോ, അത് ഉറക്കപ്പിച്ചല്ലേ, കുഴപ്പമില്ല. പിന്നെ ഓമനേന്ന് വിളിച്ചപ്പാട് ഞാനും ഉറങ്ങിപ്പോയി. ആ പക്ഷെ അവിടെ മുതൽ ഞാനും ഉറങ്ങിപ്പോയി. അവിടെ തന്നെ അല്ലേ? ഓമനെ എന്നെ മാറി നീ മാറി നീ. പൂവിടൽ പോലെ ചായെന്ന് പറഞ്ഞപ്പോ അങ്ങ് ചാഞ്ഞ് ചാഞ്ഞ് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി. ആ ആരിളം മിഴിപൂട്ടിനി തഴുകും കിനാവേതോ. ആരെയോർത്തൊരു പുഞ്ചിരി അലിയുന്നു നിൻ ചുണ്ടിൽ. ഓമനേയും മാറിലെയും പൂവിതൾ പോൽ ചായും പുളകം പോലീ ഇതെന്ത് ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാൽ നമ്മൾ ഉറക്കണേ എന്താ ഇങ്ങനെയൊക്കെ? ആ, ഇങ്ങനത്തെ പാട്ടാണെങ്കിൽ ഒന്നും കൂടെ പാടാനും പറ്റില്ല. ആ, അടുത്ത ഇത്ര പ്രാവശ്യം ഭംഗി. പാടിയാലും നമ്മൾ ഉറങ്ങിപ്പോകും. ഇത്ര എക്സ്പ്രഷൻ താങ്ങാൻ പറ്റുന്നില്ല. ആ ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഇത്ര എക്സ്പ്രഷനോട് കൂടി പാടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉറങ്ങാതിരിക്കും? അങ്ങ് തുറന്നങ്ങ് ഇങ്ങനെ പിടിക്കുക. തുറന്ന് പിടിക്കണം. ഇങ്ങനെ തുറന്ന് മിഴിച്ചിരിക്കണം ആ. അല്ലേ? പക്ഷെ ഉഗ്രനായിട്ട് പാടിയട്ടാ. യെസ്, കാലക്കി കാലക്കി. ഈ താമരപ്പൂക്കളിൽ ഒരു മുത്തം നൽകാൻ വാ, കുളിർമുത്തം നൽകാൻ വാ. ഭയങ്കര മെലോഡിയസ് ആയിരുന്നു. നല്ല സൂതിങ് ആയിരുന്നു, കേൾക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. നല്ല ശ്രദ്ധിച്ച് പാടി കുഞ്ഞു. feel. അതെ അതെ പിന്നെ ചുന്തിരിയും കൂടെയാണ് അതിന്റെ കൂടെ. അതെ. അതെ. പാട്ടും ചുന്തിരിയാണ്, കാണാനും ചുന്തിരിയാണ്, കേൾക്കാൻ വേണ്ടി കാണാൻ വേണ്ടി ചുന്തിരിയാണ്. പിന്നെ ആ ഹൈ ഒക്കെ പോയില്ലേ, ഹൈ പാടിയില്ലേ? ഉം. പക്ഷെ അതൊക്കെ നല്ല നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഒഴുകി 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 വരുന്നുണ്ടായിരുന്നു പാട്ട്. അതും ആ ശബ്ദത്തിന്റെ കൂടെ വരുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കേൾക്കാൻ. താങ്ക് യു. കേട്ടോ, മിടുക്കിയാണേ, മിടുക്കി. സൂപ്പർ ഡൂപ്പർ. അതെ. പിന്നെ ഉണ്ടല്ലോ, മിനിഞ്ഞാന്ന് വൈശാഖ് സാറ് ഗ്രൂമിങ് എടുക്കുമ്പോ ആ. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ആ എന്നിട്ട് ഇന്നലെ ഗ്രൂമിങ് എടുത്തപ്പോ കണ്ണിങ്ങനെ പുറത്തേക്ക് വന്നു. അത് കണ്ണ് തള്ളിപ്പോയി. കണ്ണു തള്ളിപ്പോയി പാട്ട് കേട്ടിട്ട്. അതാണ് വൈശാഖന്റെ ഈ പാട്ട് കേട്ടിട്ട് കണ്ണ് തള്ളിയ അവസ്ഥയായി. ഓ, അത് ശരി. ഇപ്പൊ ഇപ്പൊ ഇവിടെ ഞങ്ങളുടെയും കണ്ണ് കാണുന്ന പോലും ഇല്ല. ഇപ്പൊ ഞങ്ങളുടെയും ഞങ്ങളുടെ കണ്ണ് കണ്ണ് തള്ളേണ്ടതായിരുന്നു, പക്ഷെ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി. ആ. ജസ്റ്റ് മിസ്സിനെ അതെ, തള്ളാതിരുന്നത്. അതെ. മധു നോക്കുന്ന തോന്നിയില്ലേ ഈ നമ്മുടെ വാസു ഇങ്ങനെയൊക്കെ പാടും? ആ ഇങ്ങനെയൊക്കെ പാടുമെന്ന് തോന്നി. പ്രത്യേകിച്ച് ചരണം കേട്ടപ്പോ ഉയ്യോ, സൂത്തിങ്. സൂതിങ് ആയിട്ട് നമ്മൾ ഭയങ്കര. എണിച്ചപ്പോഴും 2 കണ്ണും തള്ളിയില്ല. തള്ളി അതെ 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 അതെ. മധുകൾ കണ്ണാടി വെച്ചിരിക്കുന്നോണ്ട് അത്ര അങ്ങ് പുറത്തേക്ക് വന്നില്ല. കണ്ണാടി തടഞ്ഞു നിങ്ങൾ രണ്ടുപേരും നിർത്തി. അതില്ലാത്താണ് ഈ പ്രശ്നം. കണ്ണട തടഞ്ഞു നിർത്തി. തടഞ്ഞു നിർത്തിയതാ അത്. അതെ അതെ, അല്ലെങ്കിൽ ഇപ്പൊ താഴെ വീണ് പോയനെ. നന്നായി. പോയല്ലേ. ആ അപ്പൊ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പാടി മെലോഡിയസ് ആയിട്ട് പാടിയിട്ടേ ഉറക്കവും വന്നിട്ട് വയ്യ, അറിയാതെ ഉറങ്ങിപ്പോയതാ കേട്ടോ. ഉം. അതിന്റെ ആ അത്രയും ഭംഗി, പാട്ടിന്റെ ആ അത്രയും ഭംഗിയായതുകൊണ്ട് ശരിക്കും താരാട്ട് പാട്ടായി. താങ്ക് യു. ഉഗ്രനായിരുന്നു, സൂപ്പർ ആയിരുന്നു. പിന്നെ ഉണ്ടല്ലോ, ആ. ദിവ്യാന്റിനോട് ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു.
മധുങ്കള് തിരിച്ചു വന്നപ്പോ വരുമ്പോ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കരയണം. എന്റെ അമ്മ എന്താ കരയാഞ്ഞേ? കരഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കില്ല അത് മധു. എന്റെ അമ്മ, ഞാൻ വിചാരിച്ചു അയ്യോ ഞാൻ അറിഞ്ഞില്ലാതൊക്കെ. അത് സെറ്റാക്കി തരാം കേട്ടോ. ദിവ്യാന്റി എന്നെ ഇവിടെ കൊണ്ടുവരും. അതുകൊണ്ടാണ് മധുങ്ങള് ദിവ്യാന്റിക്ക് ഒരു വാശിയുണ്ട്. ദിവ്യാന്റി എന്നെ ഇവിടെ കൊണ്ടു കൊടുക്കുന്നത്, അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത്. മധുങ്കള് തന്നെ അതെ, മധുങ്ങള് കൊണ്ടുവന്ന സമ്മാനം ദിവ്യാന്റി ഇവിടെ കൊണ്ടുവരും. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അടുത്ത പ്രാവശ്യം വരുമ്പോ കിട്ടും, കിട്ടിയിരിക്കും. ഓക്കെ, ഒരു സമ്മാനം കൊടുത്താലേ? അതെ, ഒരു മഴ അതെ. പെയ്യും. അപ്പൊ വാസുകി കുട്ടിക്ക് ഇന്നത്തെ സമ്മാനം വരട്ടെ, ഒരു മധുര മഴ. വരെയാണേ. 1 2 3 4 5 6 7 8 9 10. മധു അങ്കിൾ, ഓയ് അനുഷ്ക എത്തുന്നു. ഓ അനുഷ് ആണ്. Yes. അനുഷ്ക പെരിഞ്ഞനത്തുനിന്ന് നമ്മുടെ അനുഷ്ക വരാൻ പോവാണ്. ചങ്സ് ചോയ്സും ആയിട്ടാ വരുന്നത്. ഓൾറെഡി 2 റൗണ്ട് പാടി. ഇനി അടുത്തത് ഫൈനൽ ചങ്സ് ചോയ്സിലെ ഫൈനൽ റൗണ്ടുമായിട്ടാ വരാൻ Okay. പോകുന്നത്. അടിപൊളി ഹിറ്റ്സ് ആണ്. ആര്യ ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട റൗണ്ടാ. കണ്ടോ, ഞാൻ ഇപ്പോഴേ ഡാൻസ് കളിക്കാൻ എനിക്ക് തോന്നിയതാ ആട്ടം കണ്ടപ്പോ. ലെറ്റ്സ് വെൽക്കം അനുഷ്ക കുട്ടി ഓൺ സ്റ്റേജ്. ഡ്രസ് ആരാ ഡിസൈൻ ചെയ്തെന്ന് ചോദിക്കുന്നില്ല. അമ്മന്നല്ലേ? ആ ഓരോ ഐഡിയാസും സൂപ്പർ ആട്ടോ, നല്ല രസമുണ്ട്. ഓരോന്നും വെരി ഗുഡ്. അത് നമ്മൾ അനുഷ്ക വന്ന കുറച്ചേരം ഇങ്ങനെ നോക്കും, ഇന്ന് എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്. ഇത് കൊള്ളല്ലോ സംഭവം. എന്താ അതിന്റെ പേര് പറ? ചുട്ടി. ചുട്ടി. മതങ്ങളെല്ലാം അറിയോ? ചുട്ടിയല്ല, ചുട്ടി എന്ന് പറഞ്ഞാൽ അവധി എന്നല്ല അർത്ഥം. അത് ഹിന്ദി. അപ്പൊ ഏതാ പാട്ടെന്ന്? ശൃംഗാര കൃഷ്ണ വരും. സലീൽദയുടെ മക്കളാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. യെസ്, സഞ്ജയ് സലീൽ, അന്തര സലീൽ ചൗധരി. യെസ്, കേൾക്കാം നമുക്ക്. റെഡി അല്ലേ 3 പേരും? പാട്ടേക്കാം, റെഡിയാണ്. ഓക്കെ, അനുഷ്ക കുട്ടി പാടാൻ പോവാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രേക്ഷകർ എല്ലാവരും QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ അനുഷ്കിന് വോട്ട് ചെയ്യണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ശൃംഗാര കൃഷ്ണ വരൂ, പൂവണിഞ്ഞു വൃന്ദാവനി, വേണുവിൽ മധുരം പാടി വേദന മാറ്റു പ്രിയ. ശൃംഗാര കൃഷ്ണ വരൂ, പൂവണിഞ്ഞു വൃന്ദാവനി, വേണുവിൽ മധുരം പാടി വേദന മാറ്റു പ്രിയ. കാത്തിരിപ്പു കണ്ണീരിൻ പൂവുമായി, കാത്തിരിപ്പു നിന്റെ രാധ, കണ്ണീരിൻ പൂവുമായി, മുകിലായ നിന്നിൽ മഴവില്ലു ഞാൻ കണ്ണാ.
പ്രിയ ശൃംഗാര കൃഷ്ണ വരൂ പൂവണിഞ്ഞു വൃന്ദാവനി വേണുവിൽ മധുരം പാടി വേദന മാറ്റു പ്രിയ കാത്തിരിപ്പു നിന്റെ രാധ കണ്ണീരിൻ പൂവുമായി കാത്തിരിപ്പു നിന്റെ രാധ കണ്ണീരിൻ പൂവുമായി മുകിലായ നിന്നെ മഴവില്ലു ഞാൻ കണ്ണ ആഹാ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് മോളെ. അടിപൊളി. മിനുകൂടാ എന്തോ നമ്മുടെ കുഞ്ഞുങ്ങള് പാടുന്ന കണ്ടാ? കണ്ടു കണ്ടു. ആരും കണ്ണുപാടണ്ട കേട്ടാ, നന്നായിരുന്നു കേട്ടോ. പക്ഷെ എഞ്ചിനൊന്ന് ചൂടായിട്ട് വരാൻ അനുപല്ലവി ആയെന്ന് തോന്നുന്നു അതെ, 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 അതെ. Yes. അല്ലെ? അനുപല്ലവി തൊട്ടാണ് ആ ടേക്ക് ഓഫ് വന്നത് കേട്ടോ. എനിക്കൊന്ന് ആ ബീജം കഴിഞ്ഞിട്ട് നമ്മുടെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്തതാണ്. റീബൂട്ട് ചെയ്തോ? അവിടെ തൊട്ട് കുറെ നല്ല 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 ഇടങ്ങളുണ്ടായിരുന്നു, മ്യൂസിക്കൽ ഇടങ്ങൾ. ആൻഡ് ദാറ്റ് ബിക്കേം മാജിക്കൽ. Yes, yes. Yes. ശ്യാമാംഗരാഗം തരും പ്രേമാഭിലാഷങ്ങളിൽ ഗോപിക ഞാനെന്നയിൽ നിർവൃതി പൂക്കൾ ചൂടി ശ്യാമാംഗരാഗം തരും പ്രേമാഭിലാഷങ്ങളിൽ ഗോപിക ഞാനെന്നയിൽ. പിന്നെ എന്താ വെച്ചാൽ ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും ഓഡിയൻസിന് ഒരു റീപ്ലേ മോമെന്റ് വേണം. അത് ഇനി ശ്രദ്ധിച്ചോണം. ഇനിയത്തെ പെർഫോമൻസസ് തൊട്ട് നമ്മൾ പാടുന്ന പാട്ടിൽ എവിടെയെങ്കിലും അവർക്ക് റീവിസിറ്റ് ചെയ്യാനായിട്ട് ഒരു ഇടം നമ്മൾ കണ്ടുവയ്ക്കണം. അത് ഉഗ്രനായിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കണം. അപ്പോൾ പാട്ടിൽ ബാക്കിയുള്ള ഇടങ്ങളിൽ ചിലപ്പോൾ നമ്മളറിയാതെ ചില ചെറിയ വീഴ്ചകൾ വന്നാൽ പോലും ഈ ഒരു പോയിന്റ് കൊണ്ട് അവർ ആ പെർഫോമൻസിനെ ഓർക്കും, അത് മെമ്മറിയിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ നോട്ടിനെയും ഹിറ്റ് ചെയ്യാനല്ല നമ്മൾ നോക്കേണ്ടത്, ഓരോ നോട്ടിനെയും അൺലോക്ക് ചെയ്യണം. ഇതൊക്കെ ഇനിയുള്ള കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇനി അടുത്തൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഒരു ക്ലിനിക്കിലേക്ക് പോകുന്ന പോലെയാണ് നമ്മൾ കാണേണ്ടത് നമ്മളെ തന്നെ. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ മൈക്രോസ്കോപ്പിക്കായിട്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നമുക്ക് നമ്മുടെ പാട്ടിനെ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് സാധിക്കുന്ന ഒരാളായോണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഓരോ നോട്ടിനെയും അൺലോക്ക് ചെയ്യാനായിട്ട് ഒരു പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ് നമ്മൾ കണ്ടുപിടിക്കണം, അത് ഗസ് ചെയ്യണം, എന്നിട്ട് അതിലോട്ട് കയറണം. അപ്പോൾ ആ നോട്ട് എവിടെ എത്തും? ഇവിടെ എത്തും കേട്ടോ. സ്ട്രെയിറ്റ് ടു ഹാർട്ട് ആവാൻ പറ്റും. അപ്പൊ സ്ട്രെയിറ്റ് ടു ഹാർട്ട് ആവാൻ പറ്റിയ ഒരു ഇടം എന്ന് പറഞ്ഞത് നിർവൃതി പൂക്കൾ ചൂടി. ആഹാ. പിന്നെ ഒരു ഫ്രേസ് ഞാൻ പറഞ്ഞില്ലേ, റീവിസിറ്റ് ചെയ്യണമെന്ന്. ഞാൻ ആഗ്രഹിക്കുമെങ്കിൽ അത് പൂക്കൾ, അത് ഗായിന്ന് ഗായിലോട്ട് വന്ന് വലിയ ഗായിന്ന് ചെറിയ ഗായിലോട്ടുള്ള ആ ഒരു യാത്ര വളരെ ഉഗ്രനായിരുന്നു. അതൊന്ന് പാടിക്കപ്പിക്കോ? ഗോപിക ഞാനെന്നയിൽ നിർവൃതി പൂക്കൾ ചൂടുന്നു കുളിരാൻ. ആ ഇപ്പൊ കുഴപ്പമില്ല, പക്ഷെ നേരത്തെ സൂപ്പർ. അതെ, അതെ. ആ അതുപോലെ ചരണത്തിലെ വേണു ഒരു സംഗതി ഉണ്ടായിരുന്നില്ല, അത് നന്നായിട്ട് ഹരി വേണു ഊതിയതുപോലെ ഉണ്ടായിരുന്നു. ഹരി കാമ്പ് ഊതിയതുപോലെ, അതാണ് ഹരികാമ്പോജി എന്ന് പറയുന്നത്. മൗനമായി മൂളും സ്വരം രാഗാർദ്ര സന്ദേശമോ വല്ലവി ഞാനിൻ കൃഷ്ണ നീ മുത്തമേകും വേണു. മൗനമായി മൂളും സ്വരം രാഗാർദ്ര സന്ദേശമോ വല്ലവി ഞാനിൻ കൃഷ്ണ നീ മുത്തമേകി. പിന്നെ കുറേ അധികം സ്ലിപ്സ്. ഇപ്പൊ നമ്മുടെ ഓഡിയൻസിന്റെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് മാക്സിമം ഒരു 3 seconds ആയിരിക്കും. ഓർത്ത് നോക്കണം, 3 സെക്കൻഡിനാം നമുക്ക് അവരെ ഇതിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ അവര് ഉടനെ സ്ക്രോൾ ചെയ്ത് പോകും, സ്വൈപ്പ് ചെയ്യും. അല്ലെങ്കിൽ ടെലിവിഷനിലാണെങ്കിൽ അടുത്ത ചാനൽ മാറ്റും. മനസ്സിലായത്? അപ്പൊ നമ്മൾ അവരെ പിടിച്ചു വെക്കണം. 3 seconds ആണ്. അപ്പൊ 4 മിനിറ്റുള്ള പാട്ടിൽ ആ അറ്റൻഷൻ സ്പാൻ നമുക്ക് പിടിച്ചു കിട്ടണമെങ്കിൽ ആദ്യത്തെ ദ വെരി ഫസ്റ്റ് ഫ്രേസ് നമ്മൾ റൈറ്റ് ആയിരിക്കണം. അവരെ പിടിച്ച് അവിടെ ഇടണം, അവരവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. പക്ഷെ ലാസ്റ്റ് ഇംപ്രഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മറക്കാം. അപ്പൊ എല്ലാ ഇംപ്രഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ആദ്യത്തെ ഫ്രേസിൽ അവരെ ലോക്ക് ചെയ്യണം. അതെപ്പോഴും ശ്രദ്ധിച്ചോ. ഇതൊക്കെ അടുത്ത സ്റ്റേജിനുള്ള കുറെ ക്ലൂസ് ആണ് കേട്ടോ. ഇതിന്റെ ഹൃദയത്തെ തൊട്ട് നമുക്ക് കാണണം എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള അനാലിസിസ് ഇനി വേണം കേട്ടോ. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. Am I right, Captain? You are right. Thank you. അനുഷ്ക കുട്ടി നല്ല സൂപ്പർ ആയിട്ട് പാടി കേട്ടോ. താങ്ക് യു. നല്ല ശബ്ദം,
ആ ശബ്ദത്തിന്റെ ഒരു ഭംഗി കൊണ്ട് തന്നെ പല ഭാഗങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല സൂതിങ് കേൾക്കാൻ വേണ്ടിയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൂടുതൽ തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ എന്തോ ഒരു പേടി പോലെ ഉണ്ടോ എന്നുള്ളൊരു yes, yes, yes. ഒരു ഡൗട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക. അതായത് പേടി മാത്രമല്ല, എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ഉം, വോയിസിനൊരു ഫെറ്റീഗ് ഉണ്ട്. അത് പല രീതിയിൽ വരാം. ഒന്ന്, നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ വരാം, ഒരുപാട് സംസാരിച്ചാൽ വരാം, പിന്നെ അതല്ലെങ്കിൽ തന്നെ കുറച്ച് മാത്രം സംസാരിച്ചാലും നമ്മൾ വളരെ പതിയെ സംസാരിക്കുന്നത്. ഹസ്കി ഇപ്പൊ ആയിട്ട് ആണോ ആണോ എന്ന് ഞാൻ സംസാരിച്ച ഭയങ്കര സ്ട്രെയിൻ ആണ് വോക്കൽ കോഡിന്. ആണോ എന്ന് ചോദിച്ചാലും പിന്നെ ഒരു കാരണം കൂടി ഉണ്ട്. ആ, പിന്നെ ഒരു കാരണം കൂടി ഉണ്ട്. ആ. അസിഡിറ്റി ഉണ്ടെങ്കിൽ, അസിഡിറ്റി ഉണ്ടോ? യെസ്, അസിഡിറ്റി ഉണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവും. അപ്പൊ Yes. വൈകിട്ട് 7 മണിക്ക് ഭക്ഷണം കഴിക്കോ? കറക്റ്റ് 7 മണിയാകുമ്പോ പോയി ഭക്ഷണം. എനിക്കങ്ങനെ ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ല. അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും 7 മണിക്ക് ഭക്ഷണം കഴിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അതിന് മുമ്പേ കഴിക്കണം. 6:30 ഭക്ഷണം കഴിക്കാം. പിന്നെ എന്നിട്ട് 4 മണിക്കൂർ ശേഷം മാത്രമേ ഉറങ്ങാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ അസിഡിറ്റി പോകും. ഭക്ഷണം കഴിക്കുന്ന സമയത്തോ കഴിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പോ അരമണിക്കൂർ ശേഷമോ അതിനുള്ളിൽ വെള്ളം കുടിക്കരുത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ അത് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് വെള്ളം കുടിച്ചാലോ കഴിഞ്ഞ ഉടനെ വെള്ളം കുടിച്ചാലോ അസിഡിറ്റിക്ക് ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ദഹിപ്പിക്കുന്ന ആ ആസിഡിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുക ചെയ്യണേ വെള്ളമൊഴിച്ച്. അത് ആയുർവേദത്തിന്റെ ഭാഷയിൽ തീ എന്ന് പറയാ. ഈ നമ്മുടെ ആസിഡിനെ തീ എന്ന് പറയാ ആയുർവേദത്തിൽ. അപ്പോൾ ആ തീനെ നമ്മൾ വെള്ളമൊഴിച്ച് കിടത്തണ പോലെ ഇരിക്കും. അപ്പോൾ ദഹനം പ്രക്രിയ സ്ലോ ആവും. അപ്പോൾ ആസിഡ് മുകളിലേക്ക് കയറി വരും. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങൾ, ആസിഡിറ്റിയെ പറ്റിയും അതുപോലെ ഫെറ്റീഗ് വരുന്ന റീസൺസിനെ പറ്റിയും ഒന്ന് നന്നായിട്ട് ചിന്തിച്ച് ഒരു പൂതക്കണ്ണാടി വെച്ച് നോക്കി നോക്കണം. അപ്പൊ പല്ലവിയില് ബ്രെത്ത് കിട്ടുമോ എന്നുള്ള ഒരു പേടി ഫുൾ ടൈം ഉള്ള പോലെ ഫീൽ ചെയ്തു. അത് ആദ്യം തുടങ്ങിയപ്പോഴും മുതല് എൻഡിലത്തെ പല്ലവി പാടിയപ്പോ എപ്പോഴും ഇങ്ങനെ അനുഷ്ക ഇങ്ങനെ കൺസേൺഡ് ആയിരിക്കുന്ന പോലെ തോന്നി. അത് കിട്ടുമോ ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തായിരുന്നു അനുഷ്കിന്റെ ഫുൾ ഫോക്കസ് എന്ന് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു പേടിയോടെയാണ് ഇത് പെർഫോം ചെയ്തത് എന്നുള്ളൊരു ഫീലാണ് ഇവിടുന്ന് കണ്ടപ്പോ കിട്ടിയത്. കേൾക്കുമ്പോ അങ്ങനെ തോന്നും, അത് പേടി കൊണ്ടാണ് പാടുന്നത് എന്നൊരു ഫീല് തോന്നും. കൂടെ ആ ബ്രെത്ത് കിട്ടാത്തതിന്റെ ആ ഒരു വിറയും വരുമ്പോഴത്തേക്ക് അത് ബാക്കി പാടിയപ്പോ ആ പേടിയില്ലായിരുന്നു. അനുപല്ലവിക്കും ചരണത്തിനും അനുഷ്കിനും അറിയാം ഇത് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. എസ്പെഷ്യലി ആ ഗാ ടു ഗാ പോകുന്ന ആ പോർഷനൊക്കെ അനുഷ്കിന് നന്നായി ചെയ്യാൻ പറ്റുന്ന ആ ഒരു കോൺഫിഡൻസ് അനുഷ്കിന്റെ മുഖത്ത് അത് കാണാനുണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് പല്ലവിയിലേക്ക് പോകണല്ലോ എന്ന് ആലോചിച്ചിട്ട് അയ്യോ അത് കിട്ടുമോ, അതാണെങ്കിൽ ആദ്യത്തെ വരിയുമാണ്, അതെങ്ങനെ ടാക്കിൾ ചെയ്യുമെന്ന് ആലോചിക്കുന്ന പോലെ ഒരു ഫീല് മൊത്തത്തിൽ വന്നു. ഓക്കെ, എന്തായാലും ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ അനുഷ്ക അവിടെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മോഡുലേഷൻ വൈസ് അതിന്റെ ഒരു ക്ലാരിറ്റി വൈസ് നോക്കുവാണെങ്കിൽ യൂഷ്വലി ഉണ്ടാവുന്ന അത്ര ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയില്ല എന്ന് ഫീൽ ചെയ്തു. എപ്പോഴും ഈ ഒരു പേടി ഫ്രണ്ടിൽ നിൽക്കുന്ന പോലെ കേട്ടോ. അതാണ് ഇന്നത്തെ പെർഫോമൻസിൽ മുഴുവനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി സൂപ്പറായിട്ട് പാടി, സോ ബ്യൂട്ടിഫുൾ. മിടുക്കിയാണേ. ഓൾ ദി ബെസ്റ്റ്. അനുഷ്ക കുട്ടി, എന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. ഇത് ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ശരിക്കും അവര് ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്തത് ഒരു വർക്കാണ്. സലിതയുടെ മക്കള് ചേച്ചി പാടിയേക്കണതും ഒത്തിരി വളരെ വളരെ ഇഷ്ടമാണ്. അപ്പൊ ഇതിൽ എനിക്ക് തോന്നിയത് ഇവരൊക്കെ പറഞ്ഞ കാര്യമാണ്. എനിക്ക് ഒരു മൊത്തത്തിൽ നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ ഒരു പേടിയുള്ള ഒരു സിംഗർ പാടുന്ന പോലെ ഒരു ഫീൽ വരും. കാരണം ആ വൈബ്രേഷൻ വരുമ്പോൾ സാധാരണ പേടിക്കുമ്പോൾ അങ്ങനെ ഒരു വൈബ്രേഷൻ വരും. അപ്പോൾ അങ്ങനെ എനിക്കൊരു ഫീല് തോന്നി. അതിപ്പോ ആര്യ പറഞ്ഞു പല്ലവിയിൽ കുറച്ച് അത് കൂടുതലായിരുന്നു. പല്ലവി ഇത്തിരി എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞാലും പേടിയുള്ള പോലെ ശരിക്കും ഫീൽ ചെയ്തു. അനുപല്ലവി മുതൽ ഇപ്പൊ പറഞ്ഞ പോലെ ടേക്ക് ഓഫ് ആയി. ആ സംഗതികളുടെ ക്ലാരിറ്റിയും പിന്നെ ആ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് ഇങ്ങനെ വന്ന ഭാഗം ഇപ്പൊ പാടിപ്പിച്ചില്ലേ, അത് വളരെ മനോഹരമായിരുന്നു കേൾക്കാൻ. വളരെ കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. അനുപല്ലവി മൂലങ്ങൾ നന്നായിരുന്നു. പിന്നെ അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന തുണ്ട് പല്ലവിയില് കാത്തിരിപ്പ് നിന്റെ രാധ എന്നുള്ള ഭാഗം കുറച്ച് സംഗതി എങ്ങനെയത് അത് സ്ലിപ്പായി. ഇപ്പോഴും ഇന്ന് ശരിയാവാനുണ്ട്. വല്ലഭി ഞാനൻ കൃഷ്ണ, അവിടുത്തെ കൃഷ്ണയുടെ സംഗതി സംഭവം അതും പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ഭാഗം വളരെ സൂപ്പറായിരുന്നു. നീ മുത്തമേകും വേണു എന്നുള്ളത് സൂപ്പറായിരുന്നു. അപ്പൊ ഞാൻ ആഹാ എന്ന് പറഞ്ഞു. ആ കൃഷ്ണ മാത്രം ഒരു പ്രശ്നമായിരുന്നു. പിന്നെ പാടുന്ന മധുരം ഓ പ്രിയ ലാസ്റ്റ് ലൈൻ ഉഗ്രനായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഈ വിറയുടെ കാര്യം പ്രത്യേകം ഒന്ന് മാറ്റിയെടുക്കണം. അപ്പൊ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു.
മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു. അതാണ് മെയിൻ പ്രശ്നം. അത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നല്ല നല്ല പ്രൊഫഷണൽ സിംഗറിനെ പോലെ പാടാം. ഓക്കെ, താങ്ക് യു. ഇപ്പൊ തന്നെ എന്ത് രസമായിരുന്നു. ആ നല്ല ശബ്ദമാണ്. ആ അനുപലവിയും ചരണവും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. നമ്മുടെ അനുഷ്കിന് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 97.5 on 100 today. താങ്ക് യു. കൃഷ്ണ വരൂ പൂവണി അപ്പൊ അനുഷ് മാർക്ക് ഇനിയും ഒത്തിരി കൂട്ടി വാങ്ങണം. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ബൈ. ടാറ്റാ. മാറ്റു പ്രിയ MJ അങ്കിൾ, നമുക്കിനി ഡിബേറ്റ് പെർഫോമൻസ് ആണ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോംബോ ആണ്. ഉറപ്പായിട്ട് ഈ കോംബോ കേൾക്കുമ്പോൾ നിങ്ങൾ 3 പേരും എക്സൈറ്റഡ് ആവും. അങ്ങനെയുള്ള ഒരു കോംബോ വരാൻ പോകുന്നത് നമ്മുടെ ദിയക്കുട്ടിയും ശ്രീയക്കുട്ടിയും ഒന്നിച്ചെത്താൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദിയക്കുട്ടി ആൻഡ് ശ്രീയ ഓൺ സ്റ്റേജ്. ഇന്നിപ്പോ ഒരു ബോംബോ ആയിട്ടായിരിക്കുമല്ലോ വന്നിട്ടുള്ള. ഏതാണ് ബോംബ്? രാഗം താനം സ്വരലയ സാന്ദ്രമം. എനിക്ക് വയ്യ. അത് ഉഗ്രം പാട്ടാണല്ലോ. അതെ, സ്വയം പണിയെടുത്ത് വെച്ചതാണോ? കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതില് അല്ലേ? പഠിച്ചോ പാട്ടൊക്കെ? സൂപ്പറായി പഠിച്ചു. പ്രാക്ടീസ് സെഷൻസ് അടിപൊളിയായിരുന്നു. ആണോ? യെസ്. ഈ ഉടുപ്പ് നന്നായിട്ട് കിട്ടും രണ്ടുപേരുടെയും. രണ്ടുപേരും ഏകദേശം ഒരുപോലത്തെ സ്റ്റൈലാണ്. ആരെ ഡിസൈൻ അല്ല എവിടെ സെലക്ഷൻ ആണോ? ആഹാ. ഓക്കെ ഓക്കെ, വെരി നൈസ്. ദിയുടെ നമ്മുടെ ശ്രീകുട്ടിയിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? അയ്യോ അയ്യോ എന്ന് പറഞ്ഞ ക്വാളിറ്റി നല്ലോണം ചിന്തിച്ച് എങ്ങനത്തെ എന്തോ ആവാം. എങ്ങനത്തെ? എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? അതല്ല അവൾ ഉദ്ദേശിച്ചത് മ്യൂസിക്കിലാണോ പേഴ്സണാലിറ്റിയിലാണോ? അങ്ങനെ എന്തോ ആവാം. ആ, ഉള്ളതൊക്കെ പറഞ്ഞോ. സുന്ദരിയാണ്. ഓ, അതൊക്കെ ഒരു ക്വാളിറ്റിയോ? എന്തും പറയാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ശരിക്കുള്ള ക്വാളിറ്റി. തുടക്കമിട്ട് കൊടുത്ത് ശരിക്കുള്ള ക്വാളിറ്റി സുന്ദരിയാണെന്നുള്ള ഒരു ക്വാളിറ്റിയാണ്. ഒരാളെ കാണാൻ നല്ല സുന്ദരി, അതൊരു ക്വാളിറ്റി ഒന്നുമല്ല. മുഖം എന്താ പറയാ, എന്തിന്റെ മുഖം മനസ്സിന്റെ കണ്ണാടി. കണ്ണാടി പറഞ്ഞ മനസ്സിലായോ മീനുട്ടി? ഞാൻ അതിനോട് യോജിക്കുന്നു. ചേച്ചിനോട് ചോദിക്കണ്ടേ? എന്നാ ദിയയുടെ ആദ്യം പറ. ദിയ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു പെർഫെക്ഷനിസ്റ്റ് പോലെയാണ്. ലൈക്ക് എനിക്ക് പാട്ട് ഭയങ്കര വോയിസ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പാടുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്ന എന്ത് നല്ല വോയിസ് ആ കേൾക്കുന്നതൊക്കെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ദിയക്കൊന്നും പറയാനില്ല? എനിക്കും വോയിസിന്. അപ്പൊ നിങ്ങൾ സംഗീതപരമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്? ചേച്ചി കുറച്ചുകൂടെ മെച്യൂരിറ്റി ഉള്ള പോലെ. അല്ല, എനിക്ക് ഉണ്ടോ ഉണ്ടോ? ഉണ്ടല്ലേ? അത്യാവശ്യം കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ പാടാം നമുക്ക്. ഈ പാട്ട് ആരൊക്കെയാ പാടിയേക്കണെന്ന് അറിയാമോ? ആരൊക്കെയാ? യേശുദാസ് സാറും കൃഷ്ണചന്ദ്രൻ സാറും ചിത്രാമ്മ. യെസ്. ഓ, 3 പേര് പാടിയ പാട്ടാണ്. രണ്ടുപേരും നമുക്ക് കൃഷ്ണേട്ടനെ പറ്റി പറയണം കേട്ടോ. ഒരു ഫാന്റാസ്റ്റിക് മ്യൂസീഷ്യൻ ആണ്. അതെ, മാത്രമല്ല ഉഗ്ര ശബ്ദത്തിന്റെ നല്ല ശബ്ദത്തിനുള്ള ശബ്ദം. പിന്നെ ഉഗ്രൻ ആക്ടർ, ഉഗ്രൻ ഡബിങ് ആർട്ടിസ്റ്റ് അല്ലെ. വിനീതിനൊക്കെ ഏറ്റവും കൂടുതൽ ശബ്ദം കൊടുത്തിരിക്കുന്നത് കൃഷ്ണേട്ടനാണ്. ചാക്കോച്ചന് ചെയ്തിട്ടുണ്ട്. അതെ, ഒരുപാട്. അനിയത്തിപ്രാവില് ചാക്കോച്ചന്റെ ശബ്ദം കൊടുത്തിരിക്കുന്ന കൃഷ്ണേന്ദ്രൻ ചേട്ടനാന്ന് തോന്നുന്നു. ഉഗ്രൻ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഓൾ റൗണ്ട് പെർഫോമർ ആണ്. മാത്രമല്ല എനിക്കും കൃഷ്ണേട്ടനും തമ്മിലൊരു ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്റെ ഗുരുനാഥൻ നെയ്യാറ്റിൻകര മോഹനചന്ദ്രൻ സാറിന്റെ ആദ്യത്തെ ശിഷ്യനാണ്, പ്രഥമ ശിഷ്യനാണ് കൃഷ്ണേട്ടൻ. അപ്പൊ അങ്ങനെ ഒരു തായ് വഴിയിൽ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. എനിക്കും ഉണ്ട് അങ്ങനെ ഒരു ബന്ധം. TVG സാറിന്റെ ശിഷ്യനും കൂടിയാണ്. അപ്പൊ 2 ബന്ധുക്കൾ ഇവിടെ ഉണ്ട്. ആര്യക്കുട്ടിക്ക് ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമാണ്. അപ്പൊ കൃഷ്ണേട്ടന് വലിയൊരു നമസ്തേ. അതെ, നമസ്കാരം കൃഷ്ണേട്ടാ. കൃഷ്ണേട്ടൻ ടോപ്പ് സിംഗർ വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പൊ പാടിക്കോ. ഇനി പറയാനുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രേക്ഷകരൊക്കെ താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ദിയക്കുട്ടിക്കും ശ്രീയക്കുട്ടിക്കും വോട്ട് ചെയ്യണം. 2 പേർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. പല്ലവി രാഗം താനം സ്വരലയ സാന്ദ്രം
ദേവി സരസ്വതി നീന്തിടുന്നു പാടു ദേവി സരസ്വതി സരമണി സരമ കനിയുക കനിയുക സ്വരലയ സാന്ദ്രമാം പല്ലവി രാഗം താനം സ്വരലയ സാന്ദ്രമാം പല്ലവി മലരണി വണി കൈയിലുണരുന്നു മതകരപിക കുലകളനാദം തളിർത്തു മണ്ണും പെണ്ണുമണ കൊടുകണിപ്പൂ ചൂടി സ്വപ്നലതിക രാഗം താനം സ്വരലയ സാന്ദ്രമാം പല്ലവി രാഗം താനം സ്വരലയ സാന്ദ്രമാം പല്ലവി. വെരി ഗുഡ് വെരി ഗുഡ്. ലൈറ്റനിങ് ഇറ്റ് അപ്പ് എന്ന് പറയില്ലേ, അതായത് ഇങ്ങനെ വെളിച്ചം ഇങ്ങനെ തൂവുന്നു രണ്ടുപേരും കൂടെ വന്നപ്പോൾ തന്നെ. പിന്നെ പാട്ടിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. രണ്ടുപേരും രണ്ട് രീതിയിൽ എക്സ്ട്രോണറി ആയിട്ടുള്ള നമ്മുടെ മുത്തു മക്കളാണല്ലോ. ആഹാ, വെരി പ്രൗഡ്. ഈ സീസൺ ഒരു അവസാനത്തിലേക്കാണല്ലോ പോകുന്നതെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് സങ്കടമാണ്. അത് ഞാൻ വേറൊന്നുമല്ല, നമുക്ക് മാർക്കോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല, നമ്മുടെ സംഗീതാഘോഷങ്ങളുണ്ടല്ലോ, നമ്മൾ ഒത്തൊരുമിക്കുന്ന ഒരു വേദിയാണല്ലോ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ. ആ കുഞ്ഞുങ്ങൾ ഇനിയിപ്പോ ഇനി ചിലപ്പോൾ ഫോണിൽ കൂടെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷങ്ങളാണ് എപ്പോഴും തന്നിട്ടുള്ളത് നിങ്ങൾ കേട്ടോ. അതാണ് നമുക്ക് 4 പേർക്കും എപ്പോഴും നിരന്തരം സന്തോഷങ്ങൾ സംഗീതത്തിലൂടെ തന്ന ആൾക്കാരാണ് കേട്ടോ. അതിന് വളരെയധികം ചങ്കാണ്. അതുകൊണ്ടാണ് നമുക്ക് ചങ്ക് എന്നുള്ള പേര് കിട്ടിയത് കേട്ടോ. ഇതിനകത്ത് ഈ നോട്ടിന്റെ ഡെഫിനിഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല കമാൻഡ് ചെയ്ത് പാടണം. ശ്രീകുട്ടിയുടെ അടുത്ത് എനിക്കത് പറയാം, കമാൻഡ്, ബി ദ കമാൻഡർ. അതല്ലാതെ വളരെ ഭവ്യതയിലല്ല ഈ നോട്ട്സിനെ അപ്രോച്ച് ചെയ്യുക. അപ്പൊ ആദ്യത്തെ നോട്ട്സ് പാടിക്കേ. അതില് പ പ മ പ എന്ന് വന്ന പോലെ ഉണ്ടായിരുന്നു ആദ്യത്തെ. പ മ പ പ മ പ സ്വരലയ സ്വരലയ. അത് നല്ല കമാൻഡ്. അപ്പൊ ഒന്നുകൂടെ കമാൻഡ് ചെയ്ത് പാടുന്നു. ഇനി ഇങ്ങനെ ആലോചിച്ചേ, അതായത് ദിയക്കുട്ടിക്ക് ഇവിടെ ഉണ്ട്, പക്ഷെ ഐ ആം ദ ബെസ്റ്റ്, ഞാൻ കഴിഞ്ഞേ ആരുള്ളൂ എന്ന് വിചാരിച്ച് കുറച്ച് അഹങ്കാരത്തിൽ പാടിയ രാഗം താനം സ്വരലയ സാന്ദ്രമാം പല്ലവി. അങ്ങനെ കറക്റ്റ്. there you are. ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പെർഫോമൻസിൽ ദിയക്കുട്ടിക്ക് നന്നായിരുന്നുവെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ശ്രുതി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ നിശചാർത്തി ചാന്ദ്ര അവിടെ ശ്രുതി ചേർന്നിട്ടില്ല. അതുപോലെ തന്നെ അനുപല്ലവിയിലും നദി പാടുന്നു. പിന്നെ അലയാഴി പാടിയപ്പോഴത്തേക്കും ആ മായിൽ കൊണ്ട് നിർത്തിയത് നല്ല രസമാണ് കേട്ടോ. ദിയക്കുട്ടി അത് വളരെ നന്നായിരുന്നു. ഋതുശോഭകൾ ആടുകയായി പാടിയില്ലേ, അതേ പോർഷൻ
ശ്രീകുട്ടി അത് താളത്തിൽ ഇതുപോലെ കമാൻഡ് ചെയ്ത് പാടും. ഋതുശോഭകളാടുകയായി വനവീഥികളിൽ. ആ അത് കൂടുതൽ മെലഡിയസ് ആക്കാനാണ് ശ്രമിക്കുന്നത്. ശ്രീകുട്ടി എപ്പോഴും അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ആം സിംഗിങ് എ മെലഡി ആൻഡ് ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് വെരി മെലഡിക്കലി റെസണന്റ് എന്നാണ് ശ്രീകുട്ടിയുടെ തീം എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഇതിൽ റിതമിക് റെസണൻസ് കൂടെ വേണം. ഓക്കെ, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഈ ചരണം ഒന്ന് പാടിയെത്തിയ ഈ നിശചാർത്തി ചാന്ദ്രശ്രീതിലകം. അടുത്ത പോർഷൻ. ഈ വനമുല്ലക്കെന്തേ പൂങ്കുളിരോ. ഞാൻ പറയട്ടെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യേണ്ടത് അഹങ്കാരത്തിന്റെ കാര്യത്തിലാ. അതെ, അങ്ങോട്ട് അഹങ്കരിക്കുക, അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് അഹങ്കരിക്കുക. അഹങ്കരിക്കുക. ഞാനും അത്ര മോശമല്ല, അതുകൊണ്ട് അതെ, അങ്ങനെ പാടണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണം. അങ്ങനെ വരട്ടെ. ഈ നിശചാർത്തി ചാന്ദ്രശ്രീതിലകം. ഈ വനമുല്ലക്കെന്തേ പാവം. പൂ. പാവം പാവം. വളരെ പാവമാണേ. അങ്ങനെ വരരുത്. ആഹാ, വനമുല്ലക്കെന്തേ പൂങ്കുളിരോ. കടത്തേടിപ്പോ നദി പാടുന്നു. മണിമുത്തുണ്ടോ മടിയിൽ നിറയെ. മലയാളിയൊരായിരം അന്നമലർക്കിളിയാ. അപ്പൊ അവസാനം മെലഡി കൊണ്ടുവന്നു. അത് ആർട്ടിസ്റ്റിക് ടെൻഡൻസിയാണ്. അത് വെരി നൈസ്. അപ്പൊ അവിടെ മാത്രം അഹങ്കാരം പിടിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരത്തിലൊന്നും കാര്യമില്ല. അവസാനം എല്ലാവരും സ്നേഹത്തിലാണ്, മെലഡിയിലാണ് വന്ന് ലയിക്കുന്നത് എന്ന് പറയുന്ന പോലെയാണ് ദിയക്കുട്ടി പാടുന്നത്. ദാറ്റ് ഈസ് വെരി നൈസ്. അപ്പൊ അഹങ്കാരം എവിടെ നമ്മൾ വെക്കണം? അഹങ്കാരമല്ല, ശരിക്കും അഹംബോധമാണ്. ആ ബോധം നമ്മൾ എവിടെ വെക്കണം? എവിടെ അത് വെടിയണം? ഏത് അഹങ്കാരം വെടിയണം എന്നുള്ളത് സംഗീതത്തിലൂടെ പറയുന്ന പോലെ ഉണ്ടായിരുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷമാണ്. താങ്ക് യു. അപ്പോൾ നേരത്തെ ഞാൻ മോഹനചന്ദ്രൻ സാറിനെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ, കൃഷ്ണേട്ടനും ഞാനും പഠിച്ചത്. അപ്പം ഉടനെ ഞാൻ ആലോചിക്കുകയാണ് ഈ ഹംസനാദത്തിനെ പറ്റി. ഞാൻ ഹംസനാദത്തിലും ഹംസധ്വനിയിലുമുള്ള കൃതികൾ അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ രാഗങ്ങൾക്ക് ഈ പേര് വരുന്നത്. ബണ്ടുരീതി കൊലുവു കൊലുവു ഈയ വയ്യ രാമ എന്ന് പറയുന്ന കൃതിയുണ്ട്, കേട്ടിട്ടില്ലേ? ഈ രാഗഛായ കൂടുതൽ അറിഞ്ഞാൽ നമുക്കിത് പാടാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അത്രയ്ക്ക് ഇപ്പോൾ പറയാനുള്ളൂ. പിന്നെ ഇതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നതല്ല. രണ്ടുപേരും നന്നായിട്ട് പാടി. നന്നായിരുന്നു കേട്ടോ, ഉഗ്രനായിട്ട് പാടി. പിന്നെ ഇതിനോട് ഉള്ള ഈ പാട്ടിനോട് വേണ്ടതായിട്ടുള്ള അപ്രോച്ച് അത് ശ്രീകുട്ടി കുറച്ചും കൂടി, ഇപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ, കുറച്ചും കൂടി ഈ അടിച്ചടിച്ച് പാടണം. അത് രാഗം താനം സ്വരലയ സാന്ദ്രമാ പല്ലവി. രാഗം താനം സ്വരലയ സാന്ദ്രമാ പല്ലവി. അത് അടിച്ചു പാടേണ്ടതാണ്. പിന്നെ അടുത്ത രണ്ട് ലൈൻ മലരണി വനികയിലുണരുന്നു, അത് കുറച്ച് ഒതുക്കാൻ വേണമെങ്കിൽ. പിന്നെ അടുത്തത് വീണ്ടും പഴയ സ്വഭാവം എടുക്കണം. തളിർത്തു മണ്ണും വിണ്ണു മഴ കൊടുത്ത ആ ഒരു ആറ്റിറ്റ്യൂഡ്. മഴ കൊടു കണിപ്പൂ ചൂടി സ്വപ്നലതികകൾ ലതികകൾ. രാഗം താനം രാഗം താനം സ്വരലയ സാന്ദ്രമാം പല്ലവി പല്ലവി പല്ലവി. അപ്പൊ അത് വേണം. ദിയക്കുട്ടിയുടെ അതൊക്കെ കറക്റ്റ് ആയിരുന്നു ഭൂരിഭാഗവും. കുറച്ച് ശ്രുതി പ്രശ്നം അവിടെയൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് നദി പാടുന്നു ചരണത്തിൽ ഞങ്ങൾ പറഞ്ഞില്ലേ. പിന്നെ രണ്ടുപേരുടെയും അനുപല്ലവിയുടെയും ചരണത്തിന്റെയും തുടക്കം അത് രണ്ടുപേരും മത്സരിച്ച് ശ്രുതി ചേർത്തില്ല. പൂങ്കുയിൽ പാടി പാടി പൂങ്കുയിൽ പാടി പാടി. അതെ, മാർഗഴി മാർഗഴി മഞ്ഞിൽ മുങ്ങി. അതെ, ഈ പാടുമ്പോൾ പൂങ്കുയിൽ ഇങ്ങനെ ആക്കാം. മാർഗഴി ഇത് പൂങ്കുയിൽ എന്നുള്ളതിന് വരെ പൂങ്കുയിൽ പാടി പാടി മാർഗഴി മഞ്ഞിൽ മുങ്ങി. അതൊക്കെ ഭംഗിയാവും പാട്ടിന് കേട്ടോ. യെസ്, അപ്പൊ എന്തായാലും വളരെ സന്തോഷമായി നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് വീണ്ടും ഒരു ഡ്യുവറ്റായിട്ട് വന്നതിൽ, നല്ല രീതിയിൽ പെർഫോം ചെയ്തതിലും വളരെ സന്തോഷം. ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഈ പാട്ടിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത്, എങ്ങനെ. യെസ്, അപ്പൊ അത് അനുസരിച്ച് പാടുക. ഓക്കെ, ശ്രീകുട്ടി ആൻഡ് ദിയക്കുട്ടി സെക്കൻഡ് സോങ് ടുഗദർ, അതും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഒരുപാട് ഒരുപാട് നല്ല 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 ഭാഗങ്ങളുണ്ട്. നിങ്ങളുടെ ഈ പ്രോഗ്രസ് ആണ്, രണ്ടുപേരുടെയും ഈ ജേർണിയിലുണ്ടായ ഈ പ്രോഗ്രസ് ആണ് ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. മാത്രമല്ല
രസം എന്താന്ന് പറഞ്ഞാല് ഒരു മാർക്കിന്റെ മേളിൽ നിന്ന്, അതായത് എബവ് ആവറേജ് പാടാൻ കഴിവുള്ള കുട്ടികളായിട്ടാണ് ഇവിടെ വരുന്നത്. അതിന്റെ മേളിലേക്ക് നിങ്ങൾ എപ്പോഴും അടുത്ത സ്റ്റെപ്പ് വെക്കാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പിന്നെയും നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് വരും. മനസ്സിലായോ? ആ ഡിഫിക്കൽട്ടിനെ തരണം ചെയ്യുന്ന രീതിയിൽ വേണം നെക്സ്റ്റ് പെർഫോമൻസ് വരെ. എസ്പെഷ്യലി രണ്ടുപേരും ഓൾറെഡി ഒരു ഡ്യുവറ്റ് ചെയ്തു, സെക്കൻഡ് ഡ്യുവറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ നെക്സ്റ്റ് ലെവലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണത്. മനസ്സിലായോ? അപ്പം ഇന്ന് മെയിനായിട്ട് പ്രശ്നം വന്നത്, പ്രശ്നമല്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു അപ്രോച്ച് കുറച്ചും കൂടെ മറ്റേ പാട്ടിൽ, ഏതായിരുന്നു സോങ്? ദ്വാദശിയിൽ പിന്നെയും ഒരു കമ്പയർ ചെയ്യുവാണ്, രണ്ടുപേരും തന്നെയാണ് പാടിയത്. ദ്വാദശിയിൽ പിന്നെയും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലത്തെ ഒരു അപ്രോച്ച് ആയിരുന്നെങ്കിൽ ഇതില് ഇറ്റ്സ് മോർ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു അപ്രോച്ചാണ് ഈ പാട്ടിന് വേണ്ടിയിരുന്നത്. ശ്രുതിയാണ് ഇന്നത്തെ പ്രധാന വില്ലൻ. പിന്നെ സ്വരങ്ങൾ പാടിയപ്പോഴത്തേക്ക് ആ ബേസ് പാടിയ സ്ഥലമല്ലേ, നീന്തിടുന്നു പാടു ദേവി സരസ്വതി പാടിയ സ്ഥലം, കുറച്ച് ബേസ് കുറച്ച് സ്റ്റേബിൾ അല്ലാത്ത പോലെ ഫീൽ ചെയ്തു. പിന്നെ സ്റ്റെപ്സ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. രണ്ടുപേരും വെൽ പ്ലാൻഡ് ആൻഡ് വെൽ എക്സിക്യൂട്ടഡ്. അത് ഫ്രം ദ ടോപ്പ് ടു ദ എൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഗ്രേസ്ഫുൾ ആയിട്ട് രണ്ടുപേരും സ്റ്റെപ്സ് ഒക്കെ നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കൊറിയോഗ്രാഫർ ഞങ്ങൾ എല്ലാരും കൂടെ എല്ലാരും കൂടെ ഫാമിലി ആയിട്ട്. പക്ഷെ എനിക്ക് ആ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നില്ല ആദ്യം, എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വന്നതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ നല്ല കോമ്പിനേഷനും ഈ കളേഴ്സ് രണ്ടുപേരെയും കാണാനും നല്ല രസമുണ്ട്. സോ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദിയക്കുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 97.5 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ശ്രീകുട്ടിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് 97.25 ഔട്ട് ഓഫ് 100. നമ്മൾ ടോപ്പ് സിംഗറിൽ 2 ചേച്ചിമാരാണിത് അല്ലേ? അപ്പൊ 2 ചേച്ചിമാരും പോയി നല്ലോണം പഠിച്ച്. ദിയക്കുട്ടി ചേച്ചിയല്ലേ ഇവിടുത്തെ? ദിയക്കുട്ടിയുടെ പ്രായത്തിൽ ഒത്തിരി പേരുണ്ടോ? ആണോ? അപ്പൊ ശ്രീയക്കുട്ടിയാണ് ദിയക്കുട്ടി ചേച്ചി. ഏഴിലല്ലേ? ഭാവനയുണ്ട്. ആ, അപ്പൊ നിങ്ങളൊക്കെ ചേച്ചിമാരുടെ ഗ്രൂപ്പിൽ പെടും. ആണോ? ആ, ആണ്. ദിയക്കുട്ടി സ്വന്തമായിട്ട് വിചാരിച്ചു ഞാൻ ഇവിടുത്തെ വളരെ ചെറിയ വിചാരം. പക്ഷെ അല്ല, ഇവിടുത്തെ നമ്മുടെ ചേച്ചി കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോ നമ്മുടെ ചേച്ചിമാരുടെ ഗ്രൂപ്പിൽ പെടും. ശരിക്കും കുട്ടിയാണ് ഇവിടെ വെച്ച് നോക്കുമ്പോ. ഇവിടത്തെ കുട്ടികളെ വെച്ച് നോക്കുമ്പോ ഒരു ചെറിയ ചേച്ചിയാ. അതെ, അതുകൊണ്ട് ചേച്ചിമാർ രണ്ടുപേരും കുറച്ചുകൂടെ നന്നായി പ്രാക്ടീസ് ചെയ്ത് അടുത്ത പെർഫോമൻസ് ഇതിലും കലക്കണം കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. ഓക്കെ, ബൈ. താങ്ക് യു.